നമസ്കാരം. ആനന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ പിണറായിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോഴും മൗനിയായി ഇതിനൊന്നും പ്രതികരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ പിണറായി വിജയൻ്റെ ചിന്തകളും മൗനവുമൊക്കെ തന്നോടൊപ്പം നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സഖാക്കന്മാരോർത്താണ്. ആ സഖാക്കളുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ തനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷേ പിണറായി വിജയൻ്റെ കാലുകൾ ഇടറുന്നുണ്ടോ, പിന്നിൽ നിൽക്കുന്ന ഈ അണികൾ പാലം വലിക്കുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയേണ്ട കാലത്തിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പുതിയ വാർത്തകൾ. കാരണം പിണറായി എന്ന് പറയപ്പെടുന്ന നേതാവിനെതിരെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനെതിരെ ആ നേതൃമാറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു മാഫിയ ഫണ്ടിങ് നടക്കുന്നുണ്ട്. അങ്ങനൊരു വാർത്ത, ഒരു അജ്ഞാത വാർത്താക്കുറിപ്പ് ഡൽഹിയിൽ എത്തിയിട്ടുമുണ്ട്. അതായത് ഈ സ്വർണ്ണക്കടത്തിനും ഹവാല ഇടപാടിനുമെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതിച്ഛായയെ തകർക്കാൻ വിദേശത്ത് ശൃംഖലകളുള്ള മാഫിയകൾ ഫണ്ട് ഇറക്കുകയാണ് എന്നുള്ളതാണ് ഡൽഹിയിലുള്ള വാർത്താക്കുറിപ്പ് എന്ന് പറയപ്പെടുന്നത്. സെപ്റ്റംബർ 13 ഡൽഹിയിലെ ചില മാധ്യമപ്രവർത്തകർക്ക് വാട്സപ്പിലും മറ്റുമൊക്കെ ഈ ഒരു ഏജൻസി വഴി ഇങ്ങനൊരു വാർത്താക്കുറിപ്പ് ലഭിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ഒന്നോ രണ്ടോ ധനകാര്യ മാധ്യമങ്ങളല്ലാതെ മറ്റാരും അതിലെ വിവരങ്ങൾ വാർത്തയാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീടാണ് പക്ഷേ കെയ്സൺ എന്ന PR കമ്പനി വഴി ഹിന്ദു പത്രത്തിന് പിണറായി വിജയൻ വിവാദ അഭിമുഖം നൽകിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ കേരള മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾക്ക് കാരണം സ്വർണ്ണ മാഫിയയ്ക്കെതിരായിട്ടുള്ള നടപടികളെന്ന തലക്കെട്ടോടു കൂടിയിട്ടാണ് സെപ്റ്റംബർ 13 വാർത്താക്കുറിപ്പ് അയച്ചു കൊടുത്തത് എന്നുള്ളതാണ്. ഹവാല പണത്തിൻ്റെ വലിയൊരു പങ്ക് നിരോധിത സംഘടനകളിലേക്ക് എത്തിയെന്നും കൂടുതലും മലപ്പുറത്താണ് എന്നും അതിൽ പറയുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള ഭാഗങ്ങളാണ് മുഖ്യമന്ത്രി പറയാതെ കെയ്സൺ PR ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം ഹിന്ദു പത്രത്തിൽ കൂട്ടിച്ചേർത്തത് എന്നുള്ളതാണ്. അതാണ് വിവാദമായത്. അതെല്ലാവരും മനസ്സിലാക്കി കാണുന്നതുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമം നടക്കുന്നുവെന്ന് പറഞ്ഞാണ് വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത് പോലും. കേരളത്തിലും വിദേശത്തും പ്രത്യേകിച്ച് UAE-യിലും ശൃംഖലകളുള്ള മാഫിയകൾ സർക്കാർ വിരുദ്ധ ശക്തികൾക്ക് വേണ്ടി പണമിറക്കുന്നതായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയും വിശ്വാസ്യതയും കളങ്കപ്പെടുത്തുകയും അതുവഴി നേതൃമാറ്റവുമാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ മാഫിയകൾ ഫണ്ട് നൽകുന്ന സാമൂഹിക മാധ്യമ പ്രചാരണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നേട്ടമുണ്ടാക്കുന്ന സ്വർണ്ണ വ്യാപാരികൾ, കുറ്റവാളി സംഘങ്ങൾ, കൊറിയർ ശൃംഖലകൾ എന്നിവരാണ് ഈ മാഫിയയിലുള്ളത്. ഇവർക്കെതിരെ നടപടിയെടുക്കുന്ന കേരള പോലീസിൻ്റെ നീക്കങ്ങളെയും താറടിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കള്ളക്കടത്തിനെതിരെ നടപടിയെടുക്കുന്ന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നിക്ഷിപ്ത താല്പര്യത്തോടുകൂടിയുള്ള സംഘടിതമായിട്ടുള്ള പ്രചാരണങ്ങൾ, അത്തരത്തിൽ സംഘടിതമായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ വാർത്താക്കുറിപ്പ് മുഖേന പറയുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ വാർത്താക്കുറിപ്പിലെ സ്വർണ്ണക്കടത്തിൻ്റെയും ഹവാല കേസുകളുടെയും കണക്കുകൾ മാത്രമെടുത്ത് ചില ധനകാര്യ മാധ്യമങ്ങൾ വാർത്തയാക്കി എന്നല്ലാതെ മറ്റാരും ഇത് ഏറ്റെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ഇതിലെ ചില ഭാഗങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള വിവാദമായിട്ടുള്ള അഭിമുഖം ഹിന്ദു എന്ന് പറയപ്പെടുന്ന ദിനപത്രത്തിൽ അടിച്ചു വന്നത് എന്നുള്ളതാണ് വിവാദങ്ങൾക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയനെതിരെ തിരിയുന്ന ഒരു വലിയ സമൂഹം ബഹുദൂരം മുന്നിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ബഹുഭൂരിപക്ഷം വരുന്ന സഖാക്കളും പിണറായി വിജയനെതിരെ കരുക്കൾ നീക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം പലപ്പോഴും പിണറായി വിജയൻ സ്വീകരിക്കുന്ന നടപടികൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നു, പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നു എന്ന് പാർട്ടിക്കാർ തന്നെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന നേതാവിൻ്റെ പാടവത്തെ അനുസരിക്കുവാൻ തയ്യാറല്ല ചില പുതിയ സഖാക്കളെങ്കിലും. മാത്രമല്ല മുഹമ്മദ് റിയാസ് എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ്റെ മരുമകനുമായി ബന്ധപ്പെട്ട് വരുന്ന വാദഗതികളും ഒരിക്കലും അംഗീകരിക്കുവാൻ തയ്യാറല്ല ഈ ന്യൂജൻ സഖാക്കൾ. ആ സഖാക്കളെ ഒന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നവർ ആരെങ്കിലും ഈ പാർട്ടിയിൽ ഇന്നുണ്ടോ, ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരുമില്ല. ബുദ്ധിജീവി സഖാക്കളെല്ലാം അങ്ങ് ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയും ചെയ്തു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായിക്കെതിരെ കരുക്കൾ നീക്കുന്നുണ്ട് ഈ പാർട്ടിയിലെ ഉന്നതർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു വേള ഒന്ന് വീണുപോയാൽ ഇനി ഒരിക്കലും പിണറായി വിജയൻ എണീറ്റ് വരാൻ കഴിയില്ലാത്ത തരത്തിലുള്ള കുരുക്കുകൾ തന്നെയായിരിക്കും ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി അസ്തമിക്കുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുവാൻ നിൽക്കുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മരുമകനെ ഒരിക്കലും പാർട്ടി അംഗീകരിക്കാതെയാവുകയും ചെയ്യും.
അപ്പോൾ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന നേതൃത്വത്തെ ഇനി അംഗീകരിക്കില്ല എന്നൊരു ന്യൂജൻ സഖാക്കൾ പറഞ്ഞു തുടങ്ങിയാൽ ആ പറച്ചിലുകൾ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ നേതൃനിരയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ എവിടെയോ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയേറെ ശരങ്ങൾ കൊള്ളേണ്ട ഒരു വ്യക്തിയാണോ പിണറായി വിജയൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2016 മുതൽ അധികാരത്തിലേറിയ നാൾ മുതൽ 2024 ഈ ഒക്ടോബർ മാസം 4-ാം തീയതി വരെ അദ്ദേഹം അഭിമുഖീകരിക്കാത്ത അഴിമതി ആരോപണങ്ങളോ വിമർശനങ്ങളോ ഇല്ല. ഇത്രയും വിമർശനങ്ങളും ഇത്രയും ആരോപണങ്ങളും കേട്ട മറ്റൊരു മുഖ്യമന്ത്രിയും കേരളനാട് ഭരിച്ചിട്ടുമില്ല. എന്നിട്ടും ഒരനങ്ങാപ്പറ നയം സ്വീകരിച്ചുകൊണ്ട് ഇന്നും അദ്ദേഹം ഈ സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടതൊന്നാണ്, പോലീസിൻ്റെ തലപ്പത്തുള്ള അഴിച്ചുപണി അടക്കം, PR വർക്കിൻ്റെ മേന്മ പറഞ്ഞുകൊണ്ടുള്ള അഴിമതി ആരോപണങ്ങളടക്കം, വിമർശനങ്ങളടക്കം ഒക്കെ മുന്നിൽ വരുമ്പോഴും ഇതിനൊന്നും മറുപടി പറയാതെ പലരെയും സംരക്ഷിച്ചും സ്വയം സംരക്ഷണ കവചം തീർത്തുമൊക്കെ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സഖാക്കളും മറ്റേതോ ഒരു ചേരിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. സഖാക്കളുടെ ഒരേ ഒരു മനസ്സ് എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയനെ നേതൃനിരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ സംവിധാനത്തിലൂടെ പാർട്ടിയെ നയിക്കുക എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ഏകാധിപത്യ പ്രവണത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള ചിന്ത അത് എല്ലാ മാർക്സിസ്റ്റുകാരൻ്റെ മനസ്സിലും ഉണ്ടാകുന്നത് പോലെ ഇവിടുത്തെ നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന സഖാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ചില തിരുത്തലുകൾ ആവശ്യമാണ്, ചില നടപടികൾ എടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ചില സമയങ്ങളിലെങ്കിലും ഉയർന്നു വരുന്നത്. വരുന്ന നാളുകളിൽ അതൊരു വലിയ ചിന്തയായി മാറുകയും പിണറായി വിജയനെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമാക്കി മാറ്റുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പടിയിറങ്ങാൻ സമയമായിരിക്കുന്നു പിണറായിക്ക്.